സർഗം 2025 ആർട്ട് ഫെസ്റ്റിൽ പങ്കുചേരുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് അവരെ സ്വീകരിക്കാം. കല ഒരു ഭാഷയാണ്, ഭാഷകൾക്കപ്പുറമായ അനുഭവങ്ങളുടെ ആവാസ വ്യവസ്ഥ. A very good afternoon to one and all present here. നമ്മുടെ കലാരസം ഒത്തുചേർന്ന് പൊട്ടിച്ചിരിക്കാൻ ഒരുങ്ങുന്ന കലോത്സവ രാവിലേക്ക് സർഗം 2025 എല്ലാവരെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ വിശിഷ്ട സമ്മേളനം നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായുടെ സൗന്ദര്യബോധവും സാംസ്കാരിക അവബോധവും സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പ്രതിഭകളുടെ കലാപരിസരവുമാണ്. പുതിയ ദിനത്തിന്റെ എല്ലാ ആമുഖങ്ങളെയും അനുഗ്രഹങ്ങൾ കൊണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ പാരമ്പര്യം. അനുഗ്രഹവും ഈർപ്പവും നൽകുന്ന ഒരു ദൈവസ്മരണയോടെ സ്കൂൾ ഗായക സംഘത്തെ പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലാണ്ട കോടികൾ സൃഷ്ടിച്ചു പാലിക്കും അഖിലേശ്വര തവ പദമലർ തോഴുന്നേ. അഖിലാണ്ട കോടികൾ സൃഷ്ടിച്ചു പാലിക്കും അഖിലേശ്വര തവ പദമലർ തോഴുന്നേ. മണ്ണിലും വിണ്ണിലും മണ്ണിൻ തരിയിലും നിൻരൂപഭാവങ്ങൾ തെളിയുന്നു. കൂപ്പുകൈയോടെ നിൻ പാദപത്മങ്ങളിൽ കൂപ്പുകൈയോടെ നിൻ പാദപത്മങ്ങളിൽ കാണിക്കയായി ഞങ്ങൾ അണഞ്ഞിടുന്നു. കാണിക്കയായി ഞങ്ങൾ അണഞ്ഞിടുന്നു. അഖിലാണ്ട കോടികൾ സൃഷ്ടിച്ചു പാലിക്കും അഖിലേശ്വര തവ പദമലർ തോഴുന്നേ. അഖിലാണ്ട കോടികൾ സൃഷ്ടിച്ചു പാലിക്കും അഖിലേശ്വര തവ പദമലർ തോഴുന്നേ. ഈ ഔദ്യോഗിക ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ സിബി ഇമ്മാനുവലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ്. സർഗം 2025 സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ, കൂടത്തായി സ്ഥാപനങ്ങളുടെ മാനേജർ, പ്രിയ ബഹുമാനപ്പെട്ട ബിബിൻ ജോസ് മഞ്ചപ്പള്ളിൽ, ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലബാറിൻ്റെ വളർന്നു വരുന്ന വാനമ്പാടി, കേരള സംഗീത ലോകത്തിന് കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഭാവന ചെയ്ത ഗായിക, അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറിയ കുമാരി അക്ഷിക വിനോദ്, നമ്മുടെ കൂടത്തായി സ്ഥാപനങ്ങളുടെ ഈ വർഷത്തെ PTA പ്രസിഡൻ്റായി എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, ആദ്യമായി നമ്മുടെ ഈ സ്കൂളിലെ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന ശ്രീ സത്താർ പുറായിൽ PTA പ്രസിഡൻറ്റ്, നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഗവേണിംഗ് ബോഡി പ്രസിഡൻറ്റുമായ ശ്രീ ജെയ്സൺ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മുജീബ്, നമ്മുടെ സ്കൂളിൻ്റെ സംഗീത അധ്യാപകനും ഗാനഗന്ധർവനുമായ ശ്രീ സുമേഷ് സാർ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ലിജോസ് തോമസ്, വിദ്യാർത്ഥി പ്രതിനിധികൾ, ആക്ടിംഗ് വൈസ് ചെയർപേഴ്സൺ കുമാരി അയന VA, കുമാരി പ്രായം ആയി വരുന്നത് കൊണ്ട് മറവി വരും പേര്, നിവേദ്യ, പ്രിയപ്പെട്ട ബനേഷച്ച, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
ഒരേ സമയം നിലവാരമുള്ള പഠന കാലഘട്ടം, അതുപോലെ തന്നെ അതിലും നിലവാരമുള്ള കലാ കായിക രംഗങ്ങളിലെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അവസരങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒരു സെൻറ്റ് മേരീസ് ഫാമിലി അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഭാഗം നിലയ്ക്കാണ് വിവിധ പരിപാടികൾക്കൊപ്പം തന്നെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ അതിഗംഭീരമായി 2 ദിവസത്തെ വർണ്ണശമ്പളങ്ങളായ മത്സര ഇനങ്ങളോടുകൂടി അതിലും മുൻകൂട്ടി വിവിധ സമയമെടുത്ത് പരിശീലിച്ച് നമ്മളിങ്ങനെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരങ്ങൾ രാവിലെ ആരംഭിച്ചു. ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ തിരിച്ചറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മികവ് അതിനൊപ്പം തന്നെ നമ്മളെ സാമൂഹ്യ സാംസ്കാരിക വ്യക്തികളാക്കി മാറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന ഉറവിടങ്ങളാണ് കലാപരമായ നമ്മുടെ കഴിവുകൾ. അതുകൊണ്ടാണ് സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കുക. സാഹിത്യമാകാം, സംഗീതമാകാം, നൃത്തമാകാം, അങ്ങനെ ഏത് മേഖലയുമാകാം, പ്രസംഗകലയാവാം, അവയെല്ലാം കൂടി വികസിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഇടങ്ങളെ മനോഹരമാക്കി തീർക്കുന്നത്. അതിനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സർഗത്തിൽ 3 ഹൗസുകളാക്കി തിരിച്ച് ടീച്ചേഴ്സിന് ചുമതല കൊടുത്ത് സാധിക്കുന്ന എല്ലാ കുട്ടികളും വേദിയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അഥവാ അതിന് സാധിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക, ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് 2 പാട്ട് പാടുമ്പോൾ കൂടെ ഡാൻസ് ചെയ്യാനുള്ള ഒരു മനസ്സിനുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലക്ഷ്യമെന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സർഗവാസനകളെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കലാലയം കൂടുതലായി മനോഹരമായി തീരുന്നു എന്നുള്ളതാണ്. നാളെയും രാവിലെ പതിവുള്ള സമയത്ത് ആരംഭിക്കുന്നു. നാളെ വൈകുന്നേരം വാശിയേറിയ 3 ഹൗസുകളായി തിരിച്ച് മത്സരിക്കുകയാണ്. നാളെ അറിയാം ഏത് ഹൗസ് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൊടുത്തായി സെൻറ്റ് മേരീസ് സ്ഥാപനങ്ങളുടെ മാനേജർ, എല്ലാത്തിൻ്റെയും ചുമതല അതിൻ്റെ ഒട്ടമസ്തൻ മാനേജരാണ്. ഇവിടെയുള്ള പല കുട്ടികളുടെയും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ആധുനിക കൊടുത്തായി സ്ഥാപനങ്ങളുടെ ശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ്. നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ സർഗം ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം മാനേജർ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കുമാരി അഷിക വിനോദിൻ്റെ ഫോട്ടോ താഴെ വച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സ്കൂളിൻ്റെ അഭിമാനമായിരുന്നു. സംഗീതരംഗത്ത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പേര് കേരളം മുഴുവൻ എത്തിച്ച കലാകാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ പോയ ശേഷവും അഷിക പിന്നീട് വിവിധ മേഖലകളിൽ പാടി പ്രശസ്തി ആർജിച്ച് വിവിധ TV ചാനലുകളിൽ പാടി KS ചിത്രയെ പോലെയുള്ള വാനമ്പാടികളുടെ മുക്തകണ്ഠം അംഗീകാരം നേടിയ ഗായികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തിന് അഭിമാനമാണ്. വളർന്നു വരുന്ന ഗായികയാണ്. ഇനിയും അനേകം ഉയരങ്ങളിലേക്ക് പോകേണ്ട ഗായികയാണ്. ആദ്യമായി അഷികയെ സംഗീത ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് മീഡിയ 1 ചാനലിൻ്റെ 14 രാവ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയുടെ ഫൈനലിസ്റ്റ് 2nd പൊസിഷനിലായിരുന്നു. പിന്നീട് അതുപോലെ പഠിക്കുമ്പോൾ സമയത്ത് തന്നെയായിരുന്നു. പിന്നീട് +2 കഴിഞ്ഞ ശേഷം +2 കഴിഞ്ഞ് എറണാകുളം മഹാരാഷ്ട്ര കോളേജിൽ BA മ്യൂസിക് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് മഴവിൽ ചാനലിൽ പങ്കെടുത്തുകൊണ്ട് അഷിക തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മഴവിൽ മനോരമ ചാനലിലെ പാട്ടിലെ താരം അതിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും അത് അവസാനിക്കാത്ത ഒരു ഷോയാണ്. അതുപോലെ ഫ്ലവേഴ്സ് ചാനലിൽ വോയിസ് ഓഫ് കേരള എന്ന ആ ഒരു പ്രോഗ്രാമിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ പിന്നെ പ്ലേബാക്ക് സിംഗർ ലെവലിലേക്കും പതുക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനിയും
അനേകം അംഗീകാര മുദ്ര നേടി നിരവധി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഞങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ കൂടത്തായി സ്കൂളിൽ അഷികയും ടീമും പാടിയ പാട്ടുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കാണാം. അങ്ങനെ ഈ സ്കൂളിനെയും നാടിനെയൊക്കെ മനോഹരമാക്കി വിവിധ വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഷിക വിനോദിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സത്താർ പുറയിൽ ആദ്യമേ തന്നെ ശ്രീ സത്താർ വ്യക്തിപരമായി എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് അവിടെ SPCയുടെ PTA പ്രസിഡൻ്റായിരുന്നു. ആദ്യം ദീർഘകാലം ആയിരുന്നു. പിന്നെയാണ് ശ്രീ സത്താറിൻ്റെ മകൾ സിദ്ധാർത്ഥുൾ ഈ വർഷമാണ് ഇവിടുന്ന് +2 ഉന്നത നിലയിൽ പാസ്സായി പോയത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. കാരണം ഒന്നാം തരമായി ഇംഗ്ലീഷ് പ്രസംഗത്തിൽ എല്ലാവരും അതിശയിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. മൈസൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന് ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഈ വർഷത്തെ PTA പ്രസിഡൻ്റായി അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ കലാലയത്തിൻ്റെ PTA പ്രസിഡൻ്റ് ചുമതല എന്നത് വളരെ ഭാരിച്ചതാണ്, വളരെ ഉത്തരവാദിത്തപൂർണ്ണമുള്ളതാണ്. അതെല്ലാം ഭംഗിയെ നിർവഹിക്കാൻ കാരണം PTAക്ക് അതിപ്രധാനപ്പെട്ട റോളുണ്ട് ഈ ആധുനിക കാലത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. അതെല്ലാം ഗംഭീരമായി പൂർത്തീകരിക്കുവാൻ നമ്മുടെ കലാലയത്തെ PTA ടീം ഒന്ന് ചേർന്ന് ഉന്നത നിലയിലേക്ക് ഇനിയും ഉയർത്തുവാൻ കഴിയട്ടെ എന്ന ആശംസയോടെ ആദ്യമായി നമ്മുടെ ഹയർ സെക്കൻഡറി വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സത്താർ പൊളയനെ സ്നേഹപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTAയുടെ ഒരു സ്ട്രക്ചർ അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മൾ ഹയർ സെക്കൻഡറിക്ക് വേണ്ടി മാത്രമായിട്ടൊരു PTA ഗവേണിംഗ് ബോഡിയുണ്ട്. അതിലെ പ്രസിഡൻ്റായിരിക്കും അവിടുത്തെ വൈസ് പ്രസിഡന്റ്. അങ്ങനെയാണ് നമ്മുടെ ശ്രീ ജെയ്സൺ നമ്മുടെ വൈസ് പ്രസിഡൻറ്റും ഹയർ സെക്കൻഡറിയുടെ ചുമതല വഹിക്കുന്നതാണ്. ശ്രീ ജെയ്സൻ്റെ ഒരു മകൾ അവിടെ +2-ൽ അവിടെ ഇരിപ്പുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞെന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജെയ്സനെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടത്തായി സ്കൂളിൻ്റെ ഭാഗമായ ശ്രീ മുജീബ് ദീർഘകാലം ഹൈസ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂടെ എപ്പോഴും ഉണ്ട്. ശ്രീ മുജീബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുമേഷ് സാറില്ലാതെ കൂടത്തായിൽ സംഗീത ലോകമില്ല. വർഷങ്ങളായി അദ്ദേഹം കൂടത്തായിയുടെ കണ്ണും കരളും ആകർഷിച്ചുകൊണ്ട് നീങ്ങുന്ന ഗായകനാണ്. ഇപ്പോൾ വേദിയിൽ അദ്ദേഹം വൈകാതെ ഗാനം ആലപിക്കും. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളുടെയും സംഗീത ഗുരുവാണ്. ശ്രീ ഹരികൃഷ്ണൻ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ലളിതഗാനത്തിൽ 2nd നേടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗാനഗന്ധർവനായ പ്രിയ ബഹുമാനപ്പെട്ട സുമേഷ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ചെറിയ നമ്പറുള്ള ഹയർ സെക്കൻഡറി സ്റ്റാഫിൻ്റെ സമൂലമായ കഠിനാധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ യുദ്ധോത്സവിൽ മാത്രമല്ല ഈ സ്കൂളിലെ വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിനിധിയാണ് PTA നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപകനായ ശ്രീ ലിജോ സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ നേതൃത്വ നിരയിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വർഷങ്ങളിലൊക്കെ വനിതകളാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ബോയ്സ് ഒന്നും വിചാരിക്കരുത്. സ്റ്റേജിൽ മിക്കവാറും കാണുന്നതൊക്കെ ഗേൾസിനെയാണ്. നമ്പർ അധികം ഉള്ളതുകൊണ്ടാവാം. എന്തായാലും നേതൃത്വ നിരയിലേക്ക് അധികം ഉയരുന്നതൊക്കെ അധികം നമ്മുടെ കരുത്തരായ മാർക്ക് കൊണ്ടുമൊക്കെ അവർ തന്നെയാണ്. നമ്മുടെ സ്കൂളിലെ ചെയർപേഴ്സൺ അയന BA +1 പരീക്ഷയിൽ നമുക്കറിയാം 1 മാർക്കാണ് ആകെ നഷ്ടമായിട്ട്. പഠനരംഗത്തും കഴിവ് പുലർത്തുന്ന വ്യക്തിയാണ് ശ്രീ കുമാരി അയന BA ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിവേദ്യ പേരറിയില്ലെങ്കിലും വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്. കാരണം നല്ലൊരു ആർട്ടിസ്റ്റാണ്.
നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി ആണ്. ഈ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ഒരു പുഞ്ചിരി ഇപ്പോൾ നല്ലൊരു ചിരി മുഖത്തെപ്പോഴും കാണാം. നല്ല ചിരി വളരെ ഒരു ട്രേഡ് മാർക്കാണ്. നിവേദിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിനേഷച്ചനെ ഇവിടെ കാണുന്നുണ്ട്. വിനേഷച്ചൻ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ. അദ്ദേഹത്തെ നമ്മുടെ കൂടെ എപ്പോഴും ഇടത് വലത്തും കൂടെ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സർഗത്തിൻ്റെ അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഈ വർഷമാണ് ഡയാന മിസ്, ഷിജിത മിസ്, അലക്സാർ. ഈ മൂവരും ചേർന്നിട്ടാണ് നമ്മുടെ ഈ സർഗം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഒരുപാട് കൃത്യമായ പ്ലാനിങ്ങും തുടങ്ങിയിട്ടാണ്. ഒരു മാസം ആരംഭിച്ചതാണ്. കൃത്യമായ ടൈം പ്ലാനിങ്ങോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ മൂന്നുപേരെയും പ്രത്യേകം ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ടീച്ചേഴ്സ്, എല്ലാ കുട്ടികൾ, ഈ ആർട്സ് ഫെസ്റ്റ് മനോഹരമാകട്ടെ. സ്നേഹത്തിൻ്റെ ഒരു അനുഭവമായി തീരട്ടെ. +1 +2 കുട്ടികളുടെ സൗഹൃദങ്ങളുടെ ഒരു അന്തരീക്ഷമാകട്ടെ എന്ന ആശംസയോടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കലോത്സവത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന റെവറൻഡ് ഫാദർ ബിബിൻ ജോസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി കുമാരി അക്ഷിക, പ്രിൻസിപ്പാൾ സിബിയച്ച, PTA പ്രസിഡന്റ് ശ്രീ സത്താർ പുറായിൽ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജയ്സൺ, ശ്രീ മുജീബ്, സ്റ്റാഫ് സെക്രട്ടറി ലിജോസ് സാർ, കുമാരി അയന, ബിനേഷച്ച, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള കുട്ടികളെ, സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സർഗം 2025 എന്നിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, എല്ലാ സ്കൂളിലെയും ഏറ്റവും കളർഫുൾ ഇവൻ്റാണ് അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽ. കുട്ടികളെല്ലാം പഠനത്തിൻ്റെ ആ വിരസതയെല്ലാം മാറ്റി ഒന്ന് ആഘോഷിക്കുവാൻ, ഉല്ലസിക്കാൻ, അതുപോലെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഇതുപോലെയുള്ള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. നമ്മുടെ സെൻറ്റ് മേരീസ് കലാലയത്തിൽ വളരെ ആഘോഷമായിട്ട് ഈ പരിപാടി നടത്തപ്പെടുന്നു. ഞാൻ സുമേഷ് സാറിൻ്റെ പേരെടുത്ത് പറയാനായിട്ട് വിട്ടുപോയി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഹൈസ്കൂളിൽ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ചാർജ് സുമേഷ് സാറിനാണ്. സുമേഷ് സാറ് കുട്ടികളെ പ്രത്യേകമായിട്ട് ഒരുക്കുകയും അതുപോലെ തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാറിൻ്റെ ടീമിന് എപ്പോഴും കഴിയാറുണ്ട്. എപ്പോഴും സാർ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സാറിൻ്റെ സാന്നിധ്യമുണ്ട്. CBH പറഞ്ഞതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ എപ്പോഴും സുമേഷ് സാറുമായിട്ട് എപ്പോഴും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം കലയെ സ്നേഹിക്കുകയും കലയെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അവർക്കാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള കുട്ടികളെ, പലപ്പോഴും ഞാൻ കാണുന്ന യാഥാർത്ഥ്യം, ഹൈസ്കൂളിൽ ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്പോൾ അടുത്ത കാലത്ത് കുട്ടികൾ തീരെ വരാറില്ല. കുറച്ച് കുട്ടികൾ മാത്രം പരിപാടിയിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ താല്പര്യത്തോടെ മുമ്പോട്ട് വരികയും ചെയ്യും. വരുന്ന അധികവും ഈ കല പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് അധികവും ഇതിന് മുമ്പോട്ട് വരുന്നത്. ഡാൻസ് പഠിക്കുന്നവർ, സംഗീതം പഠിക്കുന്നവർ, അവർക്ക് അധികം മുമ്പോട്ട് വന്ന് ഓരോ പരിപാടികൾ പങ്കെടുക്കുവാനുള്ള താല്പര്യം കാണിക്കാറുള്ളൂ. പക്ഷേ ഈ അവസ്ഥ മാറി കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട്, കുറച്ചുകൂടി സജീവമായിട്ട് ഇതൊക്കെ പങ്കെടുത്താൽ മാത്രമേ നമ്മുടെ ആ വിദ്യാഭ്യാസ പ്രക്രിയ പൂർണ്ണമാകുകയുള്ളൂ. പഠന പാഠ്യേതര കാര്യങ്ങളിൽ സജീവമായിട്ട് ഒരേപോലെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ ഉപകാരപ്പെടുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തുവാനായിട്ട് കലയ്ക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പരിപാടികൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സ് മറ്റ് പല കാര്യങ്ങളിലേക്കുമൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് കലയിൽ അതുപോലെ സാഹിത്യത്തിൽ ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, നന്നായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. എല്ലാ രീതിയിലും ഒരു സമഗ്ര വളർച്ചയ്ക്ക് ഒത്തിരി ഉപകാരമായിട്ട് മാറുകയാണ് അത് ചെയ്യുക. പക്ഷെ കുട്ടികളെന്തോ സോഷ്യൽ മീഡിയ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾക്ക് പലപ്പോഴും താല്പര്യം കാണിക്കാറില്ല. പക്ഷെ നമ്മുടെ ഈ പരിപാടികൾ ഇതിനു വേണ്ടിയുള്ള ഒരു പുതിയൊരു തുടക്കമായിട്ട് മാറട്ടെ. നമ്മുടെയൊക്കെ മനസ്സിന് കൂടുതലായിട്ട് പരസ്പരം ഒന്ന് ചിന്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ പരസ്പരം ആഘോഷിക്കുവാനായിട്ട്, എല്ലാം വന്ന് ചിരിക്കുവാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഈ കലാമേള മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്യുക. അതുപോലെ തന്നെ
ഒന്ന് ഒരുമിച്ച് കൂടി. ഇത്രയും നാൾ നിങ്ങൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇപ്പം നിങ്ങൾ 2 ദിവസങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുവാനായിട്ട് പോകുക. എല്ലാം മറന്ന് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, അത് ആസ്വദിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെ ഒരു ഉത്സവമായിട്ടിത് മാറുകയാണ് ചെയ്യുക. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല. നാം എല്ലാം ഒറ്റ സമൂഹമായിട്ട്, അധ്യാപകർ കുട്ടികളെല്ലാം ഒറ്റ വിഭാഗമായിട്ട് മാറിക്കൊണ്ട് ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ അത് സ്കൂളിൻ്റെ വലിയൊരു ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെ വലിയൊരു സന്തോഷത്തിന് കാരണമായിട്ട് മാറുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ അച്ഛൻ ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്, അതുപോലെ തന്നെ എല്ലാം നല്ലൊരു പ്രസംഗകനാണ്. എല്ലാ രീതിയിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടെ നിൽക്കുവാനും കഴിവുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, ഒരു സ്കൂൾ ഇത്രയും വലിയ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കുട്ടികളുടെ കൂടെ നിന്ന് അവരെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അവരെ പരിശീലിപ്പിക്കാനും കൂടെ നിൽക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും തിരുത്തുവാനുമുള്ള ഒരു നല്ല പ്രിൻസിപ്പാൾ അച്ഛൻ നമ്മുടെ സ്കൂളിലുണ്ട്. അതുപോലെ ഇവിടുത്തെ ഓരോ അധ്യാപകരും പ്രത്യേകമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി സ്നേഹിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യം പറഞ്ഞു തന്നു വളർത്തുവാനായിട്ട് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ഇതാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകതയായിട്ട് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ഈ 2 വർഷത്തെ പഠന കാലഘട്ടം ഏറ്റവും മനോഹരമായിട്ട് മാറട്ടെ. പലപ്പോഴും പലരും പരാതി പറയാറുണ്ട്, ഇതൊരു നഴ്സറി സ്കൂൾ പോലെയാണെന്നൊക്കെ പലപ്പോഴും ആൾക്കാർ പരാതി പറയാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു സ്ഥലമായിട്ട് എല്ലാവരും പിന്നെ പറഞ്ഞു പോകാറുണ്ട്. കാരണം എത്രമാത്രം പഠിക്കാനും ഉല്ലസിക്കാനും എല്ലാ രീതിയിലും വളരുവാനുമുള്ള നല്ലൊരു സ്ഥലമായിട്ട് ഇത് ഇവിടുത്തെ പഠനം കഴിഞ്ഞ് പോകുന്നവർ സാക്ഷ്യപ്പെടുത്തി പോകാറുണ്ട്. അതുതന്നെ സെൻറ്റ് മേരീസിൻ്റെ മഹനീയത എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കുവാനും ആഘോഷിക്കുവാനും ഉല്ലസിക്കുവാനും എല്ലാത്തിനുമുള്ളൊരു പരിശീലന കളരിയാണ് നമ്മുടെ ഈ സെൻറ്റ് മേരീസ് കലാലയം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾ സഹകരിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്ന കുമാരി അനുഷിക, നമുക്ക് സിബേച്ചൻ പറഞ്ഞു കഴിഞ്ഞു, ഈ സമയത്ത് അഭിമാനമായിട്ട് മാറിയ കുട്ടിയാണ്. അങ്ങനെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് സംഗീതത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷികയുടെ സാന്നിധ്യം നമുക്ക് വലിയൊരു പ്രചോദനവും വലിയൊരു പ്രോത്സാഹനവുമാണ്. ഈ കുട്ടിയെപ്പോലെ നിങ്ങളും മുമ്പോട്ട് വരട്ടെ. നിങ്ങൾക്ക് വളരുവാനുള്ളൊരു അവസരമായിട്ട് ഈ മേള മാറട്ടെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വളരെ രസകരമായ വളരെ ഹൃദ്യമായ ഒരു മത്സരം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ ബോധപൂർവം പറഞ്ഞതല്ല, പക്ഷേ എന്തോ സംഭവിച്ചു പോയി. നമ്മുടെ സദസ്സിൻ്റെ മുൻനിരയിൽ ഒരു വലിയ കലാകാരി ഗായിക ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചെങ്കിൽ അത് എന്തോ സത്യം ഞാൻ മറന്നുപോയി. അത് മറ്റാരുമല്ല, ശ്രീമതി ശ്രീനിഷ ടീച്ചറാണ്. ടീച്ചർ കേരള ഫോക്ലോർ കലാഗായികയുടെ അവാർഡ് നേടിയ വ്യക്തിയാണ്. നിരവധി ഇടങ്ങളിലെ ഉദ്ഘാടനത്തിനും പാടുവാനൊക്കെ പോയി TV ചാനലൊക്കെ കാണുന്ന വ്യക്തിയാണ്. കുമാരി അക്ഷികയുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അക്ഷികയുടെ ഈ സംഗീതം മുഴുവനും പാരമ്പര്യമായി കിട്ടിയതാണ്. അതുകൊണ്ട് വളരെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്കൂളിൽ ടീച്ചർ സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ടും ഒക്കെ അതിപ്പം പഠിപ്പിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഈ പരിപാടിക്ക് ഞാൻ പേഴ്സണലായി ക്ഷണിച്ചതാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ശേഷമുള്ള ഗാനമേളയിൽ ഒരുമിച്ച് പാടും, ഒറ്റയ്ക്കും പാടും. അങ്ങനെ നാടൻ പാട്ടുകളൊക്കെ അതിഗംഭീരമായി പാടി നമ്മളെ ആസ്വദിപ്പിക്കാൻ കഴിയുള്ള വ്യക്തിയാണ്. ടീച്ചറെ കൂടി ഞാൻ പ്രത്യേകമായി വേദിയിലേക്കൊന്ന് സ്വാഗതം ചെയ്യുന്നു. സർഗം 2025 ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അത്യന്തം സന്തോഷപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു സെൻറ്റ് മേരീസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും പ്ലേബാക്ക് സിംഗറുമായ മിസ് അഷിക വിനോദ്. മിസ് അഷിക, പ്ലീസ്. ഓരോ ആധ്യാത്മിക ചടങ്ങും ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്രയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനാൽ ദീപം തെളിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിശിഷ്ട വ്യക്തികൾ ഏവരെയും ക്ഷണിക്കുന്നു.
സംഘം 2025 കലാമാമാങ്കത്തിന് സെൻറ് മേരീസിൻ്റെ വാഗ്ദാനം കുമാരി അഷിക തിരിതെളിച്ചിരിക്കുകയാണ്. ബഹുമാനനായ മാനേജർ, ബഹുമാനനായ പ്രിൻസിപ്പൽ, സ്കൂൾ ചെയർപേഴ്സൺ, ആക്ടിംഗ് ഫൈൻ ആർട്സ് സെക്രട്ടറി, വേദിയിലിരിക്കുന്ന സിബി അച്ഛൻ, സുമേഷ് സാർ, ലിജോ സാർ, എൻ്റെ മമ്മി, പിന്നെ ബിബിൻ ഫാദർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഞാൻ പഠിച്ച സ്കൂളിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആർട്സ് ഡേക്ക് ഇനോഗ്രേഷന് വരാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷയില്ല. അതിന് ഞാൻ സി ബി എച്ചിനോടും മറ്റ് ടീച്ചേഴ്സിനോടൊക്കെ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാനിവിടെ 2 വർഷം മുന്നേ ആണ് പഠിച്ചിറങ്ങിയത്. ഞാൻ പ്രീത മിസ്സിൻ്റെ ക്ലാസ്സിലായിരുന്നു. പ്രീത മിസ്സിനെ ഇതുവരെ കണ്ടില്ല കേട്ടോ വന്നിട്ട്. പ്രീത മിസ്സിൻ്റെ ക്ലാസ്സിലായിരുന്നു. ലിജോ സാർ, ഷിജിത മിസ്, ഡയാന മിസ്, സ്മിത മിസ്, ജിഷ മിസ്, അലക്സ് സാറ്, ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ടീച്ചേഴ്സ്. ഞാൻ ആ സമയത്ത് മീഡിയ വണ്ണിൽ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ക്ലാസ്സൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുകയും ഒക്കെ ഉണ്ടായപ്പം ഇവരെന്നെ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു. ബാക്കിയുള്ള കുട്ടികളെക്കാളും പഠിക്കുന്ന കാര്യത്തിലാണേലും എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്ന്, അതും ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അത്രയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. പിന്നെ എനിക്കിവിടെ നിന്ന് കിട്ടിയ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരെ പറയാതിരിക്കാൻ പറ്റുകയില്ല. എൻ്റെ ലിനസും ആൻവിനും. അവരും എനിക്ക് ഞാനിങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴും ഒക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് നോട്ട് അയച്ചു തരുന്നതാണെങ്കിലും എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരും അത്രയും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു എൻ്റെ കൂടെ വരാൻ വേണ്ടി, പക്ഷെ അവർക്ക് ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് വന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം, സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. ഈ വേദിയിൽ വെച്ച് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ ഒരു പാട്ടാണ് പാടുന്നത്. ഞാൻ 2 ആവശ്യപ്പെട്ട്, കാരണം ഒരു ഹിറ്റ് പാട്ട് ഇവിടെ 2-3 വർഷം മുമ്പ് പാടിയ ഒരു ഹിറ്റ് പാട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പഴയ ഹിറ്റ് പാട്ടാണ്, ഹിന്ദിയാണ്. ആദ്യം ഒരു ലേറ്റസ്റ്റായ ഒരു പാട്ട് പാടുന്നു, ശേഷം 2ാമത്തെ പാട്ട്.
ആശംസകൾ അർപ്പിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സത്താറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർഗം 2025 ഈ പരിപാടിയുടെ അധ്യക്ഷൻ ആദരണീയനായ സ്കൂൾ മാനേജർ ബിവിൻ ഫാദർ, പ്രിൻസിപ്പൽ സിബി അച്ഛൻ, നമ്മുടെ ഇന്നത്തെ ഈ കലോത്സവ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത അഷിക, PTA വൈസ് പ്രസിഡന്റ് ജെയ്സൺ, നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ഗാനഗന്ധർവൻ സുമേഷ് സർ, എക്സിക്യൂട്ടീവ് അംഗം മജീദ്, അയന, നിവേദ്യ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ, എന്നെ ക്ഷണിച്ചപ്പം വെറും 2 വാക്ക് മാത്രമേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും കൂടുതൽ പറയാനുള്ളൊരു അവസരം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നത് ഔന്നത്യവുമായിരിക്കും, കാരണം നിങ്ങൾ പാട്ടിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഏതായാലും സിബി അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ പല പ്രാവശ്യവും 6 വർഷത്തോളം ഞാൻ ഹൈസ്കൂളിൽ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഞാൻ പല പ്രാവശ്യവും അച്ഛനോട് പറയും, അച്ഛോ ഒരു പരിപാടിക്ക് എങ്കിലും നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് വിളിക്കുമെന്ന് ചോദിക്കും. പറയാ എന്ന് പറയും, പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു അവസരം കിട്ടിയത്. ഇത് അവസരം ഉണ്ടാക്കി തന്നതും നമ്മുടെ പ്രിൻസിപ്പാൾ അച്ഛൻ സിബി അച്ഛൻ തന്നെയാണ്. ഏതായാലും സിബി അച്ഛനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ സ്കൂളിലെ കലോത്സവവും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാറ്. ഇപ്പം ആളുകളൊക്കെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ റാപ്പർ, വേടൻ, ഡെബ്സി അങ്ങനെ തുടങ്ങിയ പുതിയ ഒരു കലാരൂപത്തിലേക്കാണ് ആളുകൾ ഇപ്പം പോകുന്നത്. നമ്മുടെ ഈ പഴയ മോഡല്, നമ്മളെ ഇങ്ങനത്തെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും പിറകോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കേൾക്കാനും അറിയാനും പഠിക്കാനും നമ്മുടെ കലാലയത്തിൽ മാത്രമേ ഇപ്പം നടക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങളെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളിനും അതുപോലെ തന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സർഗം 2025 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജെയ്സൺ മാനുവലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെൻറ്റ് മേരീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന്. സർഗം 2025 ഇന്ന് ഇവിടെ തുറക്കം കുടിക്കുകയാണ്. ഓരോ കലോത്സവ വേദിയും ഓരോ സ്വപ്നത്തിൻ്റെ തുടക്കമാണ്. അത്തരം മനോഹരമായ ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് അത്യന്തം സന്തോഷകരമാണ്. കലയുടെ പുഞ്ചിരിയും വിദ്യാർത്ഥികളുടെ പ്രതിഭയുടെ പ്രകാശവുമാണ് ഈ വേദികളിൽ നിറഞ്ഞിരിക്കുന്നത്. സർഗം 2025 എന്ന ഈ പരിപാടി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു വലിയ വേദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശ്രമവും പ്രതിബദ്ധതയും കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ അവതരണവും കലയായി മാറുന്നത്. ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, സംഘാടകർക്കും, രക്ഷിതാക്കൾക്കും എൻ്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. സർഗം 2025 വിജയകരമായി നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ആക്ടിംഗ് സ്കൂൾ ചെയർപേഴ്സൺ അയനയെ ക്ഷണിക്കുന്നു. Good afternoon everyone and a warm welcome to Sargam 2025. It's a great pleasure and honor to be here today, celebrating all the different talents and creative spirit right here in our school. Sargam perfectly captures what this Arts Day is all about. It's a beautiful mix of all our different art forms, with each one adding its own special touch to a wonderful display of expression. Arts Day isn't just about showing off talent. It's also about creating a space where creativity can really blossom. A huge thanks goes to our principal, Father Sibi Emmanuel, Arts Day coordinators Shijda ma'am, Alexa, Diana ma'am, all our teachers and every staff member for arranging this beautiful event. Your dedication is what makes Sargam happen. And to all our participants, just stepping up and taking part is a huge win.
You are all absolute stars, and these 2 days will be totally your days to shine. I extend my heartfelt wishes to all participating in this event. Let's make this day, Arts Day, a grand success. Thank you. സുമേഷ് സാറിൻ്റെ ഒരു പാട്ടുകൂടെ കേട്ട ശേഷം നമുക്ക് നന്ദി പറഞ്ഞാലോ അല്ലേ? സാറിൻ്റെ ഹിറ്റ് ഗാനം പ്രമദവനം എന്ന ഗാനം ഒന്ന് ആലപിച്ച് നമുക്ക് നന്ദിയിലേക്ക് പ്രവേശിച്ചാലോ അല്ലേ? സുമേഷ് സാർ. ഞാൻ രാവിലെ മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പരിപാടി കാണാനും മാർക്കിടാനൊക്കെ രാവിലെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചത് പാർട്ടിസിപ്പേഷൻ കുറവായിട്ടാണ് കാണുന്നത്. ഇനി അങ്ങനെ ആവരുത്. അടുത്ത വർഷമൊക്കെ ഇപ്പോൾ +1 കുട്ടികൾ ധാരാളമായി പങ്കെടുക്കണം. കാരണം നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുന്ന അവസരം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വർഷം നല്ല ഉഷാറായി പങ്കെടുക്കില്ലേ? നല്ലൊരു കൈയടി. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൈതപ്രം സാറിൻ്റെ എൻ്റെ ഗുരുനാഥനാണ് ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. ശുഭസായാഹ്നം ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുനീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുനീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ.
മലരായൊഴുകിയ യദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗ സംഭ്രമഗീതയുണർത്തുമ്പോൾ എന്നിതാ പ്രമദവനം വീണും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായനം പോലെ ശുഭസായനം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്കൂൾ ഫൈൻ ആർട്സ് സെക്രട്ടറി കുമാരി നിവേദ്യ മഹേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Teachers, other dignitaries, and dear friends, it's an honor for me to deliver the word of thanks for today's Arts Day inauguration, Sargam 2025. I would like to express my sincere gratitude to our chief guest, Ashika ma'am. I also extend my deepest appreciation to our principal, Father C.B. Emmanuel, and all other teachers. A special thanks to the organizing community, Shijida ma'am, Alex sir, Diana ma'am, and other teachers, my dear friends, for their efforts in coordinating these events. Thank you all once again and wish you all a wonderful day. സർഗം 2025 ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ഇവിടെ തിരശീല വീഴുകയായി. താങ്ക് യു എവ്രി വൺ.